മൊയിലാളി പൂക്കോയി മൊയിലാളി ഇടിയോടിടി ഇടിയെന്ന് പറഞ്ഞാൽ പോരാ ഇടിവെട്ടി ഇടി. ചെകുത്താൻ എന്ന വിളിപ്പേരുള്ള യൂട്യൂബർ അജു അലക്സിനെ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു. സത്യം അതെ. നീ മോഹൻലാലിനെതിരെ വീഡിയോ ഇടുന്ന ആളുകളല്ലേ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മറ്റു കാരണങ്ങളൊന്നുമില്ല, ഈ പല കാര്യങ്ങൾ പറഞ്ഞ് ആക്രോശിച്ചായിരുന്നു മർദ്ദനം ഉണ്ടായത്. അജു, എന്താ ശരിക്കും സംഭവിച്ചതെന്ന്? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. ഞങ്ങള് ടോൾ തട്ടുകടയില്ലേ ഇടപ്പള്ളിയില്, അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുക. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ. ഒരുത്തം വന്നിട്ട് എന്റെ അടുത്തോട്ട് വരുന്നു, നീ അല്ലേ ചെറുതാനല്ലേ, മാമാ നമുക്കൊരു സിഗരറ്റ് വലിക്കാം. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. നീ മോഹൻലാലിനെതിരെ വീഡിയോ എടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പിച്ചും പേയും പറയുന്ന പോലെ പറയുന്ന ഇവന് ഇങ്ങനെ ഉന്തുന്നൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി, എന്തോ ഉടക്കുണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവന്റെ കൂട്ടുകാർ അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത്, ദേടാ ഇവനിവിടെ വന്നു ഇങ്ങ് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും, പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. ഒന്ന് രണ്ട് പേര് വന്നു. അപ്പൊ ഇവന്മാരുടെ ഒരു ഇത് കണ്ടപ്പോ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ നടന്ന് ആ കടയിലോട്ടം കയറുകയാണെങ്കിൽ കുഴപ്പം ഒഴിവാക്കല്ലെന്ന് വിചാരിച്ചു. പിന്നെ ഇടിയായിരുന്നടാ, പൊരിഞ്ഞിടി നിലത്തീർത്തിട്ടില്ല. അടിയിൽ തൊയ്യും കൊണ്ട് നമ്മള് നക്ഷത്രം പോയി നിക്കറിയാണ്ട് പാഞ്ഞിട്ട് പടത്തോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. അപ്പൊ അങ്ങോട്ട് കയറിയപ്പോ ഈ ഫുട്പാത്തിൽ നിന്ന് കയറി അങ്ങോട്ട് വരുമ്പോ ഇവൻ എവിടെ നിന്നാ വന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി. ഉദ്ദേശിച്ച ആള് ഞാൻ തന്നെയാണ്, തകർത്തോളൂ. ദീപന്തലിന്റെ ഫാൻസാ ഇപ്പൊ വരാം. അവൻ വന്ന് എനിക്കിട്ട് ഒറ്റ ഇടി. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. ഇവിടെ ഇട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെയും കൂടെ ചേർത്താണത് കിട്ടിയത്, അല്ലെങ്കിൽ അത് തലക്കിട്ട് അവൻ ഇടിക്കുന്നേ. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റായി, എനിക്ക് ഇത് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് അഡ്മിറ്റ് ആയിക്കോളാനും പറഞ്ഞു പോലീസുകാർ. ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല, പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. അപ്പൊ ഞാൻ പോയി അഡ്മിറ്റ് ആകാനായിട്ട് അവിടെ ചെല്ലുമ്പോ ഇവന്മാര് നമ്മളെ ഫോളോ ചെയ്ത് അവിടെ ഉണ്ട്. നീ ഒരു കാലത്ത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല, അവിടെ വന്ന് അവിടെ കിടന്നുകൊണ്ട് ഭയങ്കര കച്ചറ ഇവരെല്ലാം. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ ചുട്ട് കരിക്കൂടാ. ഇതെല്ലാം ഉറപ്പായിട്ട് ഏതോ തൂഫാൻ കേസാ. ഈസി ആയല്ലോ, അപ്പൊ എല്ലാം ഈസി ആയല്ലോ. അത് ഇവര് നോർമൽ അല്ല, വളരെ അബ്നോർമൽ ബിഹേവിയർ. അവന് പറയുന്ന ഒന്നും കിട്ടുന്നില്ല, തോന്നിയ പോലെ വർത്താനം പറയുക. ചുമ്മാ അല്ല, ഈ പബ്ലിക് പ്ലേസ് വെച്ച് ഇത്രയും വയലന്റ് ആയിട്ടൊന്നും ആരെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിണ്ടരുത്, കൊള്ളുണ്ണൻ. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ തൂഫാൻ വാര്യർ, മോഹൻലാലിന്റെ ആരാധകൻ, തൂഫാനായിട്ട് വന്ന സീനേത്. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്താനം പറയുന്നു. അടിച്ചെന്നെ മോനാടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. അടുത്തൊന്നും അങ്ങനെ മോഹൻലാലിനെ വിമർശിച്ചിട്ട് വീഡിയോസ് ഒന്നും ചെയ്തില്ല അല്ലെ? കാലത്തൊന്നും അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിന്റെ നട്ടലൂരി ഞാൻ ലാത്തി ഉണ്ടാക്കും. അതെനിക്ക് അറിഞ്ഞൂടാ. മോഹൻലാലിനെതിരെയൊക്കെ നടത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും അജുവിനെതിരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നേരിട്ടുള്ളത് ആദ്യമായിട്ടാണ്. അത് കയ്യിലിരിപ്പിന്റെയാ. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. അങ്ങനെ ഇതുവരെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ആരാധകരോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു തുടക്കാണേലോ. ഓരോന്നിനും ഓരോ സമയം ഉണ്ട് ദാസ. എന്നിട്ട് ഇവൻ കയ്യിലാണ് ഉണ്ടാകുന്ന എനിക്ക് ഉണ്ട്. അവൻ എന്തോ കൂട്ടിച്ചേർത്ത് അടിച്ചേ, എന്നിട്ട് അവൻ എടുത്ത് ഇവിടെ വെക്കുന്നു. റോഡിൽ നിന്ന് കാണിക്കുന്ന വേലകളാ. സംശയമൊന്നുമില്ലല്ലേ? കൂടുതൽ ഓവറാക്കിയ ചവിട്ടിക്കൂട്ടി ഞാൻ. മോഹൻലാലിന്റെ ആരാധകർ എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രതീക്ഷിക്കാനും പറ്റും. ഇവര് അതിൽ കൂടുതൽ ഒരു സ്ഥിരതയോ അല്ലെങ്കിൽ മാനസികമായ ഒരു പക്വതയൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു അങ്ങനെ ടൈപ്പാ. അതിന്റെ കൂട്ടത്തിൽ ഇവന്മാർ വല്ല ഡ്രഗ് അബ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്രമം നടക്കും. ഇനി നിന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ട ഈ വണ്ടിയുടെ എഞ്ചിൻ ഞാൻ അഴിച്ചെടുക്കും. എഞ്ചിൻ ഉണ്ടെങ്കിലേ വണ്ടി ഓടൂ. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയിപ്പോയി.